ഹായ് എവരിവൺ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈൽഡ് വെൽഫെയർ ആണ്. നിങ്ങൾ ഓൾറെഡി ഇതിന്റെ ക്ലാസ് സെക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു വിശ്വസിക്കുന്നു. പ്രോപ്പറായിട്ട് കാണാൻ അതിൻ്റെ അടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചൈൽഡ് വെൽഫെയർ എന്താണെന്നും അത് എങ്ങനെയാണ് ഓരോ കോമ്പൻസേറ്റീവ്സ് ഇരിക്കുന്നതെന്നും ഒക്കെ നമ്മൾ അതിൻ്റെ അകത്തൂടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ചൈൽഡ് വെൽഫെയർ എന്നുള്ളത്. ചൈൽഡ് വെൽഫെയറിന്റെ അത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അല്ലെ, ഡെഫിനിഷൻ ഓഫ് ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന്റെ ഒരു 7th മൊഡ്യൂളാണ്, ലാസ്റ്റ് മൊഡ്യൂളാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റഡ് ആയി. അപ്പം ഇനിയുള്ളത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് തന്നെ നോക്കുക കേട്ടോ. എക്സാം അടുത്തു, അപ്പൊ അതിന്റെ കാര്യത്തിൽ നിങ്ങൾ ഡീപ്ലി മനസ്സിലാക്കുക. The definitions of child welfare. Institutions provide service concerned with physical, social and psychological well-being of the children. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു സർവീസ് അല്ലെ, കൺസേൺഡ് വിത്ത് ഫിസിക്കൽ ആയാലും സോഷ്യൽ ആയാലും സൈക്കോളജിക്കൽ വെൽബീയിങ് ഓഫ് ചിൽഡ്രൻ. ഒരു കുട്ടികൾക്ക് വേണ്ട ഫിസിക്കലി, മെന്റലി അല്ലെങ്കിൽ എങ്ങനെയാണോ അവർക്ക് ഫിനാൻഷ്യലി ഉള്ള സപ്പോർട്ട് കൊടുക്കുകയാണ് ഈ ചൈൽഡ് വെൽഫെയർ സെന്റേഴ്സ് ഒക്കെ കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പം ചിൽഡ്രൻ ആൻഡ് ഫാമിലി, ഇപ്പം ഇതിൻ്റെ അകത്ത് പല രീതിയിലാണ് അല്ലെ. ചിൽഡ്രൻ ആൻഡ് ഫാമിലിക്ക് അത് ഞാൻ ഓൾറെഡി അതിനകത്ത് പറയുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ലിവിങ്, കുട്ടികളെ എങ്ങനെയാണ് ഒരു ഫാമിലിയിൽ പാരന്റ്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഇൻഡിപെൻഡന്റ് ലിവിങ് ആയിരിക്കണം അല്ലെ, അവരൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം നമ്മളായിട്ട് തന്നെ എന്ത് ചെയ്ത് കൊടുക്കണം, ഒരുക്കി കൊടുക്കണം. അതേപോലെ തന്നെ ഫാമിലി ഹാസ് ടു പ്രൊമോട്ട് ഹെൽത്തി ഹാബിറ്റ്സ് ഇൻ ചിൽഡ്രൻ. കുട്ടികൾക്ക് ഒരു ഹെൽത്തി ഹാബിറ്റ്സ് ആയിരിക്കണം. അവരുടെ ഫുഡും അവരുടെ റുട്ടീനും ഒക്കെ നല്ല രീതിയിലാണോ, കറക്റ്റ് ആയിട്ടാണോ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കണം. അതേപോലെ തന്നെ ദ ഫാമിലി അറ്റ്മോസ്ഫിയർ ഓഫ് ദ ചൈൽഡ് ഹാസ് ടു സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദിസ് വെൽഫെയർ. ഇവർക്ക് ഫാമിലിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. കുട്ടികൾ ഏത് സാഹചര്യത്തിൽ, ഇപ്പം കുട്ടികളുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ ശരിയല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് അക്കാഡമിക്കലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഇവരതെല്ലാം അവരെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് പേരൻസും ടീച്ചേഴ്സും അല്ലെ അത് മനസ്സിലാക്കി കുട്ടികളുടെ ആ ഒരു 3 to 6 years ഉള്ള കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടത്ര കെയറും അവർക്ക് വേണ്ടത്ര ഹെൽത്തി ഹാബിറ്റ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, പ്രൊവൈഡ് ചെയ്തെടുക്കണം. അതേപോലെ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസസ് ഒക്കെ കൂടുതലായിട്ട് വന്നപ്പം നമുക്കറിയാം, അച്ഛൻ വെള്ളം അടിച്ചിട്ട് വന്ന് വഴക്കുണ്ടാക്കുന്നു, അമ്മ അടിക്കുന്നു, രണ്ടാനമ്മ അടിക്കുന്നു, നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ ഇന്നത്തെ നാട്ടില് നമ്മൾ ഇന്നത്തെ ഓരോ ഇഷ്യൂസും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസസ് ഒക്കെ നമ്മൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോമിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഒരു വീട്ടിൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നാണ് ഇതിലൂടെ മെൻഷൻ ചെയ്തത്. ടേക്ക് ബാത്ത് റെഗുലർലി, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കുളിക്കുക. നല്ല എല്ലാ ദിവസവും അത് റെഗുലർ ആയിട്ട് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും ആര് ശ്രദ്ധിക്കണം, ഈ വീട്ടിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം. ക്ലീൻ ടീത്ത് അവരി മോർണിംഗ് ആൻഡ് ബിഫോർ ഗോയിങ് ടു ബെഡ് അല്ലെ. ബെഡ് അല്ല, ബെഡാണ്. ക്ലീൻ ടീത്ത് ആൻഡ് എവരി മോർണിംഗ് ആൻഡ് ബിഫോർ ഗോയിങ് ടു ബെഡാണ് കേട്ടോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ പല്ല് തേക്കുക അല്ലെ, രാവിലെയും കിടക്കുന്നതിന് മുമ്പും നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ബ്രഷ് ചെയ്തിട്ട് വേണം കിടക്കാൻ. ഇതൊക്കെ നമ്മുടെ ഹെൽത്തി ഹാബിറ്റ്സ് ആണ്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും നമ്മുടെ അമ്മമാരും അല്ലെങ്കിൽ പാരന്റ്സ് ആണ് നോക്കേണ്ടത്. ആൻഡ് റെഗുലർ ബൗവൽ മൂവ്മെന്റ്സ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടോ, അവർ നല്ല രീതിയിൽ കുടിക്കുന്നുണ്ടോ, അവർക്ക് ടോയ്ലറ്റ് ശീലം നല്ല രീതിയിൽ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവുകളുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. വാഷ് ദെയർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ് ആഫ്റ്റർ ഡൂയിങ് ടു ടോയ്ലറ്റ് അല്ലെ. നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും അതിനു മുമ്പും അതിനുശേഷവും നമ്മൾ കൈ നന്നായിട്ട് കഴുകിയിരിക്കണം, അത് അത്യാവശ്യമാണ്. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് അല്ലെ. അർബൻ ഏരിയയില്, റൂറൽ, ട്രൈബൽ സിറ്റുവേഷൻസിലുള്ള കുട്ടികൾക്കൊക്കെ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ് ഒരുപാടുണ്ടായി. ഇപ്പൊ ട്രൈബൽ ഏരിയസിലുള്ള കുട്ടികൾക്കായിരിക്കും കൂടുതലും എന്താ ഉണ്ടാവുക, ഫുഡിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെ. ഫുഡിന് മാൽന്യൂട്രീഷൻസിന്റെ കുറവുകൊണ്ട് അവര് ഇപ്പം വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ അവർ മരിക്കുന്നു, അത് ജനിച്ചുടനെ അവർ മരിക്കുന്നു, അങ്ങനത്തെയൊക്കെ പല ഇഷ്യൂസും ഉണ്ടാകാം. അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൈൽഡ് വെൽഫെയർ സെന്റേഴ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതാണ് ഇവിടെ പറയുന്നത്. ചൈൽഡ് ഗൈഡൻസ് സെന്റേഴ്സ് ആൻഡ് നഴ്സറി സ്കൂൾ റീക്രിയേഷൻ സെന്റേഴ്സ് ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ റീക്രിയേഷണൽ ആയിട്ടുള്ള അവർക്ക് അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടൊന്ന് അവർക്ക് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം, നഴ്സറി പഠിക്കുന്നതിനും അതേപോലെ കുട്ടികൾക്ക് ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ അവർക്ക് ആവശ്യമാണ്. അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ, കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ഇൻ ചൈൽഡ് വെൽഫെയർ. ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവർ കോമ്പൻസേറ്ററി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി സൈക്കോളജി നമ്മൾ ഓൾറെഡി പഠിക്കും. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. സൈക്കോളജിയിലോട്ട് വരുമ്പോഴത്തേക്കും സൈക്കോളജിയുടെ ഒരു എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിലോട്ട് നിങ്ങൾ കടക്കുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും മെൻഷൻ ചെയ്തിരിക്കുന്നത്. വിഷ്വൽ ഇമ്പയർമെന്റ്സ്, എന്താ ഫസ്റ്റ് വൺ പറയുന്നത്, വിഷ്വൽ ഇമ്പയർമെന്റ്സ്, ഹിയറിംഗ് ഇമ്പയർമെന്റ്സ്, മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻസ്, അതേപോലെ തന്നെ വെൽഫെയർ സർവീസ് ഫോർ നോർമൽ ചിൽഡ്രൻസ്, സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻസ്, അങ്ങനെ പല രീതിയിലുള്ള സ്റ്റുഡൻസ് ആണ് നമുക്ക് നമ്മുടെ ഇടയിലുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ചിൽഡ്രൻ ആർ എയ്തർ ബ്ലൈൻഡ് ബൈ ബർത്ത് ഓർ ബിക്കം ബ്ലൈൻഡ് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ്, കോസസ് സ്മോൾ പോക്സ്, മെനിഞ്ചൈറ്റിസ്, ട്രക്കോമ, സ്കാലറ്റ് ഫീവർ എക്സെട്ര. അതായത് വിഷ്വൽ ഇമ്പയർമെന്റ് ചിലപ്പോൾ ചില കുട്ടികളുടെ കേസിലാണെങ്കിൽ ജന്മന ഉള്ളതായിരിക്കാം ബ്ലൈൻഡ് എന്ന് പറയുന്നത്, അല്ലെ, കണ്ണിന് കാഴ്ചശക്തി ഇല്ല. അപ്പം അങ്ങനെയുള്ളത് ചിലപ്പോൾ അതല്ലാതെ വേരിയസ് റീസൺ കൊണ്ടുമാകാം. ചിലപ്പോൾ ഒരു ആക്സിഡന്റിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസസ് വന്നതിന് ശേഷമായിരിക്കും. ഇപ്പൊ സ്മോൾ പോക്സ്, മെനഞ്ചൈറ്റീസ്, ട്രക്കോമ, സ്കാലറ്റ് ഫീവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചകളൊക്കെ കുറയാനായിട്ടുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ ടീച്ചർ എന്ന നിലയിൽ നമ്മൾ, ടീച്ചർ എന്നാണേലും പാരന്റ്സ് എന്നാണേലും നല്ല രീതിയിൽ അവർക്ക് കെയർ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രെയിൽ സിസ്റ്റം ഒക്കെ കൊണ്ടുവരികയും അല്ലെ അവർ അങ്ങനെയുള്ള സ്കൂളിൽ നമ്മൾ ചേർക്കുകയൊക്കെ വേണമെന്നാണ് ഇതിലൂടെ പറയുന്നത്. അതേപോലെ ഹിയറിംഗ് ഇമ്പയർമെന്റ്സ്, ചിൽഡ്രൻ ഹു ബിക്കം ഡഫ് ബൈ ബർത്ത്, fatal illness or serious infection such as meningitis, scarlet fever. അതായത് ചിൽഡ്രൻ ഹു ബിക്കേം എ ഡഫ് ഓഫ് ബൈ ബർത്ത്, ചിലപ്പം കേൾവിശക്തി ഇല്ലാത്തത് ജനിക്കുമ്പോൾ തന്നെ ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഫേറ്റൽ ഇൽനെസ് ജനിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു ഇൻഫെക്ഷൻസ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു വയ്യാഴിക കൊണ്ടിട്ടോ അതേപോലെ തന്നെ ഈ മെനഞ്ചൈറ്റിസ്, സ്കാലറ്റ് ഫീവർ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഹിയറിംഗ് ഇമ്പയർമെന്റ്സ് നമ്മുടെ ബോഡി പാർട്സിനെ അഫക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻ, അല്ലെ, മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻ എന്ന മെമ്മറി ആൻഡ് പവർ റിട്ടൻഷൻ ഈസ് പുവർ. ഇവർക്ക് മെമ്മറിയും അവർക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു അറ്റൻഷൻ ഉണ്ടായിരിക്കില്ല. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കോംപ്രിഹെൻസ് ആൾസോ റിമാർക്കബിൾ. ഇവർക്ക് ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇവരിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളാണ് മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഈ മെന്റലി റിട്ടേർഡ് ചിൽഡ്രനെ നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾസ് ആയിട്ട് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അല്ലെ, 4-5 തിരിച്ചിട്ടുണ്ട്. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഒരു നോർമൽ ചിൽഡ്രനെയും ഇവരെ നമ്മൾ ഈക്വൽ ആയിട്ട് തന്നെ അവർക്ക് ഇക്വാലിറ്റി, നല്ല രീതിയിലൊരു ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി, അവർക്ക് അനുസൃതമായിട്ടുള്ള അവരുടെ ബുദ്ധിക്കും അവരുടെ ഇതിലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം ഇവർക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ഉള്ള സ്പെഷ്യൽ ക്ലിനിക്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കുട്ടികളെ പ്രൊവൈഡ് ചെയ്ത് കാണിക്കാം. അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ, ഇങ്ങനെയുള്ള കുട്ടികളെ ചിലപ്പം ഹറാസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കളിയാക്കാനും ഒക്കെ തുടങ്ങുന്നുണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ അവർക്ക് അങ്ങനെ കളിയാക്കുന്നതുകൊണ്ട് അവർക്ക് മെന്റലി അവർ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിരിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ ഒഴിച്ച് മാറ്റണം. അതേപോലെ തന്നെ വെൽഫെയർ സർവീസ് ഫോർ നോർമൽ ചിൽഡ്രൻ, ഈ നോർമൽ കുട്ടികൾക്കും എന്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം, ഈ വെൽഫെയർ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം, സർവീസസ്. ഓൾദോ സ്പെഷ്യൽ കെയർ ഈസ് ടു ബി ഗിവൺ ടു അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് ഡിസേബിൾഡ് ചിൽഡ്രൻ ആൻഡ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ആർ ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ഫോർ ദം. നോർമൽ ചിൽഡ്രൻ ടു റിക്വയർ സ്പെഷ്യൽ കെയർ ഫോർ ഡെവലപ്മെന്റ്, പെസ്റ്റലോസി, റൂസെ, ഫോബൽ ആൻഡ് മറിയ മോണ്ടിസോറി, സോ ദാറ്റ് ദ എഡ്യൂക്കേഷൻ മേ ബി ലെസ് മോണോട്ടോണമസ്, അൺഇൻട്രസ്റ്റിംഗ് ടു ദി ചിൽഡ്രൻ. അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ നിന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നമ്മൾ അവർക്ക് കൂടുതലായിട്ടും നോർമൽ ചിൽഡ്രൻസിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ ഇവർക്കും കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്നാലേ അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള അവർക്കും ഡെവലപ്മെന്റ്, നോർമൽ ചിൽഡ്രൻസിനും ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. അതേപോലെ പെസ്റ്റലോസിയും റൂസോയും ഫോബലും ഒക്കെ മോണ്ടിസോറിയും ഒക്കെ പറയുന്നത് എന്താണ്, അല്ലെ, അവരെ ഒന്ന് ഈക്വൽ ആയിട്ട് അവരെയും കാണും. നമ്മൾ എന്തായാലും നമുക്ക് ഈ നോർമൽ ചിൽഡ്രനിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അവർക്കും അത് വർക്ക്ഔട്ട് ആവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്കും അത് വർക്ക്ഔട്ട് ആയിക്കൂടാ എന്നാണ് ഇവര് മോണ്ടിസോറി സിസ്റ്റത്തിലൂടെ പറയുന്നത്. അതേപോലെ തന്നെ സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ, സോഷ്യലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ്റെ അകത്ത് പറയുന്നത്
കോമ്പൻസേറ്ററി എന്താ പറയുന്നത്, ചിൽഡ്രൻ ഹു ആർ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ആൾസോ നീഡ് എ സ്പെഷ്യൽ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ബൈ ദി സോഷ്യൽ ആൻഡ് ദ കമ്മ്യൂണിറ്റി. ദർ ആർ സെവറൽ കേസസ് ഫോർ സോഷ്യോ എക്കണോമിക് ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പം നമുക്ക് സമൂഹത്തിലോട്ട് ഇറങ്ങി ചെന്നൊന്ന് സംസാരിക്കാനോ അവർക്ക് എക്കോണമിക് അല്ലെ പൈസയുടെ കാര്യത്തിൽ അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റത്തില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് അതൊന്നും മനസ്സിലാവത്തില്ല. അതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലെ. അവർക്ക് നമ്മൾ കുറച്ച് എക്കോണമിക് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഇങ്ങനെയുള്ള കുട്ടികളെ കാണും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യേണ്ടതും ആവശ്യമാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ, സോഷ്യലി ഹാൻഡിക്യാപ്ഡ്, ചൈൽഡ് വെൽഫെയർ അല്ലെ, അതായത് വെൽഫെയർ സർവീസസ് ഫോർ നോർമൽ ചിൽഡ്രൻ, mentally retarded children, hearing impairments, visual impairments, establishing child welfare centers, കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഒരു ഹോമിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അത് ചിൽഡ്രൻ ഫാമിലിയും തമ്മിലുള്ള എങ്ങനെയായിരിക്കണം അല്ലെ, അതിന്റെ ഒരു ഡെഫിനിഷൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന സബ്ജക്ട് തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് പുറകെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.